ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശുദ്ധ ജനത്തിന് യേശുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇന്ന് ഞങ്ങളോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട ഏതാനും സമയം ഞങ്ങൾ ചോദിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. കാരണം ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, പ്രപഞ്ചത്തെ മുഴുവനെയും സംരക്ഷിക്കുന്ന ഏക സത്യ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആയതിനാൽ തന്നെ ദൈവത്തെ ആരാധിക്കുന്ന ഏത് വ്യക്തിയുണ്ടോ, ഏത് കുടുംബമുണ്ടോ, ഏത് സമൂഹമുണ്ടോ, അവിടെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇത് ഞങ്ങളുടെ അനുഭവമാണ്. ദൈവത്തെ പാടി ആരാധിക്കുന്ന സമയത്ത് ദൈവ തേജസ് ഇറങ്ങി വന്ന്, ദൈവകരം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ണുകൾ കൊണ്ട് കണ്ടവരെയാണ് ഞങ്ങൾ ഓരോരുത്തരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവത്തിന്റെ വിശുദ്ധ ജനമേ, ഞങ്ങളോടൊപ്പം ചേർന്ന് പാടാം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗം നമുക്ക് കേൾക്കാം. വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ, ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കുവാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. ആയതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയുടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഹല്ലേലൂയ. നമുക്ക് കരുണയുടെയും കൃപാവരത്തിന്റെയും പ്രത്യാശയുടെയും സിംഹാസനത്തെ സമീപിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റാരിലാണ് ആശ്രയിക്കാൻ കഴിയുന്നത്? പ്രഭുക്കന്മാരിൽ, രാജാക്കന്മാരിൽ, നേതാക്കന്മാരിൽ, സമ്പന്നരിൽ? ഇവരെയൊന്നും നമുക്ക് പ്രത്യാശയോടെ സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. നമ്മെ മാറ്റിക്കളയാത്ത, നമ്മെ തള്ളിക്കളയാത്ത, നമുക്കെപ്പോഴും ആശ്രയിക്കുവാൻ പറ്റുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ബലഹീനതകളും നമ്മുടെ പാപങ്ങളും നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചുയർത്ത യേശുവിന്റെ നാമത്തെ നമുക്ക് ചേർത്ത് പിടിക്കാം. ആ സ്നേഹം നമ്മളെ പൊതിയും, നമ്മെ സഹായിക്കും, നമ്മെ രക്ഷിക്കും. ഈ ഗാനം ഏറ്റുപാടി ഈ സ്നേഹത്തിന്റെ തഴുകൽ കേൾക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് കത്തിച്ചിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പാടാം. യേശുവാണ് എനിക്ക് സർവവും. ദൈവമേ, നീ മാത്രം മതി എനിക്ക്. അങ്ങയുടെ സ്നേഹം മാത്രം മതി കർത്താവേ. ഞാനെങ്കിൽ ആശ്രയിക്കുന്നു. ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ, നീ എത്ര നല്ലവൻ.
എന്റെ ഭാരം തീർപ്പാ പാടാം. നമ്മുടെ ജീവിതത്തിലെ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികള്, ജീവിതഭാരങ്ങള്, രോഗപീഠകള്, സാമ്പത്തിക പ്രതിസന്ധികള്, ഇവയെല്ലാം നമ്മെ ഞെരുക്കുമ്പോഴും നമ്മൾ പ്രത്യാശ കൈവിടാതെ വിശ്വാസത്തോടെ യേശുവിനെ നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചാൽ മതി. അതിനുമേൽ ദൈവം നമ്മെ സഹായിക്കും, നമ്മെ വിജയത്തിലേക്ക് നയിക്കും. ഈ വിശ്വാസത്തോടെ പാടട്ടെ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. ഭാരങ്ങളേറിയാലും ജീവനാഥൻ കൈവേടിയുകില്ല. എന്നെ നടത്തുവാൻ ശക്തനാ, നീ എത്ര നല്ലവൻ. ചേർന്ന് പാടാം. നീയല്ലാതാരുമില്ലീശ്വരേ, എന്റെ ഭാരം തീർപ്പാ. ഓ യേശുവേ, നീയല്ലാതെ മറ്റാര് ഞങ്ങൾക്കുള്ളത്? ആരുമില്ലപ്പാ, അങ്ങ് മാത്രമാണ്. എന്നെ നീ ഏറ്റുകൊള്ളുക പാടിക്കേ. എന്നെ നീ ഏറ്റുകൊള്ളുക ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനാ. ഒരുപക്ഷെ നമ്മളോട് ലോകം പറയും, നീ നശിച്ചു, നിന്നെ ഇനി ഒന്നിനും കൊള്ളില്ല, നീ പരാജയപ്പെട്ടു കഴിഞ്ഞു എന്ന് ലോകം നിന്നെ നോക്കി പറഞ്ഞേക്കാം. എന്നാൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മകനെ, മകളെ, ദൈവം നിന്നോട് പറയുന്നു, നീ എന്റേതാണ്. ഞാൻ നിന്നെ വീണ്ടും ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ വീണ്ടും അഭിഷേകം ചെയ്തുയർത്തും. തളരേണ്ട മകനെ, ഞാൻ നിന്നെ സഹായിക്കും. വിശ്വാസത്തോടെ നമുക്ക് ചേർന്ന് പാടാം. ലോകത്തിലേകനായിത്തീരുകിലും ലോകത്താൽ ബാധിതനായിടിലും എന്നെ കൈവിടാത്ത രക്ഷകാ, നീ എത്ര നല്ലവൻ. ഞങ്ങളോടൊപ്പം ചേർന്ന് പാടിക്കേ. ലോകത്തിലേകനായിത്തീരുകിലും രോഗത്താൽ ബാധിതനായിടിലും എന്നെ കൈവിടാത്ത രക്ഷകാ, നീ എത്ര നല്ലവൻ. ഓ യേശുവേ, എന്റെ പാപം പോക്കാ,
ഞങ്ങൾ പൂർണ്ണമായും അങ്ങയിൽ ആശ്രയിക്കുന്ന അപ്പ, ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും എല്ലാം പൊറുക്കുവാൻ കഴിവുള്ള ദൈവം അങ്ങ് മാത്രമാണ്. ഈ വിശ്വാസത്തോടെ ഞങ്ങൾ ചേർന്ന് പാടുന്നു. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ശരണം. ദൈവത്തിന്റെ വിശുദ്ധ ജനമേ, വിശ്വാസത്തോടെ പാടിക്കേ, വിശ്വാസത്തോടെ ആരാധിച്ചേ. പാടി ആരാധിക്കാം. തെറ്റുകൾ ചെയ്തെന്നാലും പാപിയായി മുദ്രണം ചെയ്തെന്നാലും സ്നേഹത്താൽ കൈക്കൊള്ളും ദൈവമേ, നീ എത്ര നല്ലവൻ. ചേർന്ന് പാടാമോ? അതേ, നിന്റെ പറ്റുകൾ, നിന്റെ പാപങ്ങൾ ഏറ്റെടുക്കുന്നവനാണ് അവൻ. സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്നവൻ. അതുകൊണ്ട് നമുക്ക് പാടാം. നീയല്ലാതാരുള്ളൂ ഈശ്വരേ, എന്റെ ഭാരം തീർപ്പാ. ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ, നീ എത്ര നല്ലവൻ. ഞങ്ങളോടൊപ്പം ചേർന്ന് പാടിക്കേ. ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ, നീ എത്ര നല്ലവൻ. നീയല്ലാതാരുമില്ലീശ്വരേ, എന്റെ ഭാരം തീർപ്പാ. നീയല്ലാതാരുള്ളൂ രക്ഷ
യേശുവേ ആരാധന 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 യേശുവേ സർവശക്തനേ ആരാധന ആരാധന സ്നേഹമേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ഹല്ലേലൂയ 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 ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവമക്കൾ ദൈവത്തെ പാടി ആരാധിക്കണം. കുഞ്ഞാടായ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണപാനീയങ്ങളെ ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ ഞാൻ നീക്കം ചെയ്യും. നിങ്ങളുടെ ഇടയിൽ വന്ധ്യത ഉണ്ടാവുകയില്ല എന്നരുളി ചെയ്ത ദൈവം ഇതാ ഇപ്പോഴും ഈ പരിശുദ്ധ വചനത്തിലൂടെ നമ്മളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ അവിടുത്തെ ആരാധിക്കുവിൻ. നമ്മൾ സൃഷ്ടികളാണ്. സൃഷ്ടാവായ ദൈവത്തെ നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. ഓസിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിനു പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം ജനമേ, നമ്മൾ ദുഃഖിച്ച് കഴിയേണ്ടവരല്ല. ഏക സത്യ ദൈവത്തെ, ഇന്നും ജീവിക്കുന്ന ദൈവത്തെ പാടി ആരാധിക്കണം. എല്ലായ്പ്പോഴും ഏതവസ്ഥയിലും, നിന്റെ തകർച്ചയിലും പരാജയങ്ങളിലും രോഗപീഠകളുടെ നടുവിലും തകർച്ചയുടെ നടുവിലും എല്ലാം ദൈവത്തെ പാടി സ്തുതിച്ചാരാധിക്കുവാൻ നിനക്കിന്ന് സാധിക്കുമെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹബക്കൂക്ക് 1:5 നാം കാണുന്നുണ്ട്, പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ഞാൻ നിങ്ങൾക്കായി ചെയ്യും. ആമേൻ. അതുകൊണ്ട് തുടർന്ന് പാടുവാൻ പോകുന്ന ഈ കീർത്തന ഗാനം എല്ലാ ജീവിതങ്ങളും ഞങ്ങളോടൊപ്പം പാടി ആരാധിച്ച് ദൈവത്തിൻ്റെ ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ഗാനത്തിലൂടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കുവാൻ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ആമേൻ. യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആമേൻ. ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം. ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ.
ദൈവത്തെ ആരാധിക്കട്ടെ. പാടി സ്തുതിച്ച് ആനന്ദത്തോടെ വിശ്വാസത്തോടെ ആരാധിക്കട്ടെ. ഓ യേശുവേ, ശക്തി ഇറക്കണമേ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താദി കർത്താവിനെ. വിശ്വസിക്കാം ആമേൻ. യേശുവിനെ ഹല്ലേലൂയ. ഏകരക്ഷകനെ, ഏകരക്ഷകനായ ദൈവത്തെ ഏറ്റുപറയാം യേശുവിനെ കർത്താദി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. Yes, Lord. ആമേൻ. യേശുവേ, കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിച്ചേ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ. ഹല്ലേലൂയ. യേശുവേ, കുഞ്ഞാടിനെ ശക്തി ഇറങ്ങട്ടെ. ആരിലും ഉന്നതനെ. ആരിലും ഉന്നതനായ ദൈവത്തെ പാടി ആരാധിച്ച് ഏതെല്ലാം വ്യക്തികൾ ആരാധിക്കുന്നു, ഏതെല്ലാം ഭവനത്തിൽ യേശുവിനെ ഇപ്പോൾ ആരാധിക്കുന്നു, അവിടെയെല്ലാം ദൈവ സാന്നിധ്യം ഇറങ്ങും, ദൈവ ശക്തി ഇറങ്ങും. ഹല്ലേലൂയ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ, സേവിച്ചിടാം യേശുവിനെ ഇന്നും എന്നും അനന്യനെ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായവനെ. ഹല്ലേലൂയ. യേശുവേ, യേശുവിനെ ഇന്നും എന്നും അനന്യനെ. പാടാം. ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. ഹല്ലേലൂയ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ഓ, ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആ ദൈവത്തിന്റെ നാമം ഉദ്ഘോഷിക്കാം, ആ സത്യസുവിശേഷത്തിൽ വിശ്വസിക്കാം. ദൈവത്തിന്റെ ജനമേ, പാടി ആരാധിക്കട്ടെ, അവിടുത്തെ നാമത്തെ ഉയർത്തട്ടെ. ഹൃദയങ്ങളിലും ചിന്തകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പുതുശക്തി ഇപ്പോൾ തന്നെ നിറയപ്പെടുന്നു. വിശ്വാസത്തോടെ ഞങ്ങളോടൊപ്പം ചേർന്ന് പാടാം. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ, നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ. ഹല്ലേലൂയ. നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ള ദൈവത്തെ വണങ്ങട്ടെ. ആമേൻ. ദൈവ അഗ്നി ഇറങ്ങട്ടെ. ആരാധിക്കാം. Yes, Lord. ഹല്ലേലൂയ. യേശുവേ, പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ
സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ. ആമേൻ. സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ചേർന്ന് പാടാം. ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനായ ദൈവത്തെ ആരാധിച്ചേ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമം വിളിച്ചു പാടി സ്തുതിച്ചേ. ആരിലും ആവർത്തിച്ചു പാടി ആരാധിക്കാം. ആരാധിക്കാം ഓ യേശുവേ, രോഗപീഠകൾ മാറിപ്പോകട്ടെ. തിന്മയുടെ ശക്തികൾ, അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ. ആരാധിക്കാം, ആരാധിക്കാം എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അഴിയട്ടെ യേശു നാമത്തിൽ. ഓ യേശുവേ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. സകല മുട്ടുകളും മടങ്ങട്ടെ, സകല നാവുകളും ഏറ്റുപാടട്ടെ. യേശുവിനെ ആരാധിക്കട്ടെ. യേശുവിന്റെ നാമം കേൾക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ ദൂരെ പോകും. യേശുനാമം എവിടെ ഉദ്ഘോഷിക്കുന്നുവോ, യേശുനാമം എവിടെ പാടി ആരാധിക്കുന്നുവോ, ആ വ്യക്തിയിൽ നിന്ന്, ആ സമൂഹത്തിൽ നിന്ന്, ആ കുടുംബത്തിൽ നിന്ന് തിന്മയുടെ ശക്തികൾ വിട്ടുപോകും. ഇപ്പോൾ അത് തന്നെ സംഭവിക്കട്ടെ. യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി പ്രവർത്തിക്കട്ടെ. ശക്തി ഇറങ്ങട്ടെ, ആത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഓ യേശുവേ, ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കാം യേശുവിനെ അധികാരം ഉള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ.